ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ മസാല. ഓക്കെ, ഈ ബട്ടർ ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ചോറിൻ്റെ കൂടെയോ നാൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല ചൂടോടുകൂടെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അധികം നീട്ടുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് നല്ല മുളക് പൊടി ആഡ് ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 15 to 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേവിക്കാനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് വേവിച്ചെടുക്കാം. കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഓക്കെ, പിന്നെ കുറേ നേരം ഇട്ട് വേവിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു 90% വെന്താൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കോളും. ഞാൻ 2 ബാച്ച് ആയിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഈ സെയിം പാനിലോട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. പച്ചവെണ്ണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് എനിക്ക് ഇച്ചിരി ബട്ടർ വേണം തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ചത് 15 തൊട്ട് 20 എണ്ണം കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വേവിക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് വേവിക്കുക. വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇത് മാറ്റി 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം സെയിം പാനിലോട്ട് എഗെയിൻ ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് ബേ ലീഫ്, പട്ട, കരയാമ്പൂ, ഏലക്കായ ഇത്ര ആഡ് ചെയ്ത് കൊടുത്ത് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തൊന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം കുറച്ച് സോൾട്ട്, ഒത്തിരി വേണ്ട, ആവശ്യത്തിന് സോൾട്ട്, കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, കസൂരി മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അതെല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് തിളച്ചതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് ബോയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, അതും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടോട് കൂടി ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ ഒക്കെ വിളമ്പുക. ഓക്കെ, നന്നായിട്ട് കഴിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.